ഹാപ്പി ഹോളി. ഇന്നിവിടെ വെബി സെലിബ്രേഷനാണ് കേട്ടു. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ 2ാം തവണ ഇവിടെ വരുന്നത്. എൻ്റെ ഗെറ്റ്സ് ആൻഡ് ബേബി എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാനിവിടെ ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ പറ്റില്ല. പിന്നെ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതും എല്ലാവർക്കും ഹോളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണോ സെലിബ്രേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേസ് എൻ്റെ പുതിയ സിനിമ റിലീസാവുന്നുണ്ട് ജയഗണേഷ് ഏപ്രിൽ 11-ന്. സോ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സിനിമ കാണണം. പിന്നെന്താ എന്താ അടിച്ചു പിടിക്കാം ഓഡിയൻസ്. റിലീസാവുകയാണ്. വെക്കേഷൻ സീസണാണ്. കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ജോണർ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ടീച്ചറും ട്രെയിലുകളൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഈ സിനിമ ഡയറക്റ്റ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജി ശങ്കറാണ്. രഞ്ജി ശങ്കർ എല്ലാവർക്കും അറിയാം. പുള്ളി പാസഞ്ചർ, അർജുനൻ സാക്ഷി, പ്രേതം, പുണ്യാളൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ്. ഇനി ഇതിൽ ഉണ്ണി മൂന്നനുണ്ട്, മഹിമ നമ്പ്യാരുണ്ട്, ഹരീഷ് പേരുണ്ട്, ജോമോളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒരുപാട് ടെക്നിക്കലി ടാലൻ്റ് പ്രൂവൺ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സംഗീത് പ്രതാപാണ്. നിങ്ങളെല്ലാം കണ്ടാണ് പ്രേമലു എന്നുള്ള സിനിമ. പ്രേമലുവിലെ അമൽ ഡേവിസാണ് സംഗീത്. സോ ഹി ഹാസ് ഡൺ ദി എഡിറ്റിംഗ് പാർട്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക് സംഗീത് ശർമ്മ, ശങ്കർ ശർമ്മ, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഒരുപാട് നമ്മൾ പ്രയത്നിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഏപ്രിൽ 11 തിയേറ്ററിലെത്തും. സോ സപ്പോർട്ട് ദ മൂവി ആൻഡ് താങ്ക് യു. ഹലോ ഹലോ ഉണ്ണിച്ചേട്ടാ, ഹലോ. എൻ്റെ കൂടെ 100 പുഷപ്പ് എടുത്ത് ഇറങ്ങിപ്പിക്കാൻ പറ്റുമോ? ഒരു വലിയ ഐഡിയ. ഇന്ററാക്ട് സെഷൻ ആണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഫ്രണ്ടിലോട്ട് വരാവോ? സംസാരിക്കും. കൈയൊന്ന് നോക്കാവോ? പോലെ ടീഷർട്ട് ഒന്ന് ശ്രദ്ധിച്ചതാണ്. അതുപോലത്തെ ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുമായിരുന്നു. ഫോണിൽ കൂടെയാണ്. അപ്പൊ വെള്ള ടീഷർട്ട് കിട്ടുവാണെങ്കിൽ
Guys, ഈ സിനിമ ഏപ്രിൽ 11-ാം തീയതി റിലീസാണ്. ജസ്റ്റ് ഇൻ കേസ് യു ഫിനിഷ് യുവർ എക്സാംസ്, നിങ്ങളുടെ ഫ്രീ ടൈം ആണെങ്കിൽ ടേക്ക് യുവർ ഫാമിലീസ്. നല്ലൊരു മൂവിയാണ്. ഞാൻ മാളികപ്പുറം എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഐ തിങ്ക് December 22nd, December 2022 റിലീസായ സിനിമയാണ്. അതിനുശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇൻ ദ തിയേറ്റേഴ്സ്. സോ ടേക്ക് യുവർ ഫാമിലീസ്. ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. വാട്ട് എവർ ഇതിൽ പാർട്ടിസിപ്പേഷൻ ഐ കുഡ് ഡു, വളരെ സന്തോഷം. ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ കാണും. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. എങ്ങനെയാണ് കാണില്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്താ പേര്? ഏത് ബാച്ച്? BSc Mathematics. BSc Mathematics. BSc Mathematics അഭിരാമി. ഒരു മൈക്ക്. അറിയോ ലിറിക്സ്? അഭിരാം അറിയോ? ഞാൻ ചോദിച്ചത്. Okay, thank you so much, Abhiramya. Thank you so much, Uniseta. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Anyone? ടീഷർട്ട് ചോദിക്കരുത്. വേറെ ടീഷർട്ടിന് കൊടുത്തേക്കാം. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? ശരി, എൻ്റെ ഞാൻ അങ്ങോട്ട് കുറച്ച് ട്രിക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ഭയങ്കര എക്സൈറ്റിംഗ് പ്രൈസസ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ടീഷർട്ട് കിട്ടും. സോ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ സിനിമകളെ കാണുന്ന കൂട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയിലെ നായികയുടെ പേരെന്താ? ഓക്കെ, അതല്ല ചോദ്യം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മഹിമ നമ്പ്യാറും ഞാനും ഇതിനു മുന്നേ ജയഗണേഷ് എന്ന സിനിമ, അതുമല്ല ചോദ്യം. സോ മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ ഞാനും മഹിമ നമ്പ്യാറും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അപ്പോ ആ സിനിമയിൽ മഹിമ നമ്പ്യാർക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് ഒരു കൈ പൊക്കിയിട്ട് ആരെങ്കിലും ഉത്തരം പറയാൻ. തലക്കടിച്ചു മഹിമ നമ്പ്യാറിന്റെ ആൻസർ ആണ്. തലക്കടിച്ചു പാർട്ടിസിപ്പേഷൻ ഇല്ലേ? പാടി എന്താ എന്താ വേദിക്കാനും സാറിന്റെ ക്യാരക്ടർ പോലീസ് ക്യാരക്ടർ. സാറും അതുപോലെ തന്നെ കലാപം ഷാജോന്റെ കൂടെ എന്താ പറയാ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ സാറ്
ചില ചോദ്യം ആൻസർ ബ്രീഫ് എന്ന് പറയുമ്പോൾ പാരഗ്രാഫായിട്ട് പറയാം. താങ്ക് യു. കറക്റ്റ് ആൻസർ. എന്താ പേര്? താങ്ക് യു. പേര് ബഷാർ. ഏത് ബാച്ചാണ്? എന്താണ്? തേർഡ് ഇയർ ബികോം ബഷാർ. കറക്റ്റ് ഉത്തരം പറഞ്ഞത്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേഷൻ. വണ്ടർഫുൾ മൂവി കാണുന്ന കേട്ടോ. താങ്ക് യു. അപ്പോൾ താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ട്രെയിലർ പ്ലേ ചെയ്തിരുന്നു, അത് ശ്രദ്ധിച്ചോ അതോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല? ശ്രദ്ധിച്ചു. അപ്പോ ചോദ്യം എന്താ? ടീച്ചർ അപ്ലൈ ചെയ്തു? ഐ തിങ്ക് ഇറ്റ്സ് എ ട്രെയിലർ അല്ലേ അപ്ലൈ ചെയ്തത്? ടീച്ചർ അപ്ലൈ ചെയ്തത്? ഓക്കെ. അപ്പോ ഈ ജയ ഗണേഷ് എന്ന കഥാപാത്രത്തിന് ഒരു പവർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത്? അങ്ങനെയല്ല, ഹാൻഡ്സ് ആൻഡ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അടിപൊളി. എന്താ പേര്? ഹായ് ശ്രേയ, പ്ലീസ് കം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒരു എക്സൈറ്റിംഗ് പ്രൈസ് കിട്ടുന്നുണ്ട്. ശ്രേയക്ക് ഒരു പാട്ട് പാടുന്നത്. ഏത് പാട്ടാണ്? മറ്റേ എന്തായാലും എനിക്കറിയില്ല. അപ്പോ ഹിന്ദി പാട്ട് പാടില്ല. ഹിന്ദി പാട്ടൊക്കെ അറിയൂ? ഹിന്ദി പാട്ട് പറയില്ല. ഏതെങ്കിലും പാട്ടോ? എനിക്ക് പൂങ്കാറ്റ് പാടിയാലും എനിക്ക് എളുപ്പത്തിൽ പറയാനാണ്. ഏതാണ്? ഏത് പാട്ടാണ്? ശരി പറയൂ. തുഷ്മേര ഓക്കെ. ഒരു ലിറിക്ക് തരാം ബ്രോ. എനിക്ക് ആ അതിൻ്റെ ലിറിക്ക് തരാം. तुझमें रब दिखता है, तुझमें रब दिखता Okay, thank you, Shreya. It was nice. Thank you so much. Okay, last and final ചോദ്യം. അതിനുശേഷം ഈ ടഫ് ക്വസ്റ്റ്യൻ ആർ തീരും. ജയ ഗണേഷ് എന്ന സിനിമ റിലീസ് ആവുകയാണ്. ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞത്? ഏപ്രിൽ 11. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര സ്മാർട്ടായ കുട്ടികളെന്ന് തോന്നുന്നു. ആ സൈഡിൽ നിന്ന് പറയുന്ന കുട്ടികൾ നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണോ? ലൈക്ക് ബ്രോ എന്താണ് റിലീസ് ഡേറ്റ്? ഏപ്രിൽ 11. ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് കൈ പൊക്കി അവർക്ക് ടീഷർട്ട് കിട്ടും. ഒന്നും ഒരേ കേൾക്കും. ഞാൻ പറയും പൊക്കിയാൽ മതി. ആരും കൈ പൊക്കിയാൽ ഫാസ്റ്റ് ആയിട്ട് കൈ പൊക്കുന്ന അവർക്ക് ടീഷർട്ട് കിട്ടും. ഞാൻ പറയാം. ഓൺ ദ കൗണ്ട് ഓഫ് 3. That is 3, 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കുക. ഓക്കെ, 3. എനിക്കറിയില്ല, ചുമ്മാ പറയാം. അടിപൊളി.
എന്താ പേര്? അരുണിമ. ഓക്കെ, ഏത് ബാച്ചാണ്? MA എക്കണോമിക്സ്. അരുണിമ പെട്ടെന്ന് കൈ പൊട്ടി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ കാണണം. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ എക്സൈറ്റിംഗ് പാട്ട് പാടണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഫ്രീ ടൈം നിങ്ങളുടെ സിനിമ കാണണം. ആൻഡ് ലെറ്റ് മീ നോ. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. താങ്ക് യു.